അസ്സലാമലൈക്കും. എന്തെല്ലാം വിശേഷം? സുഖല്ലേ? അപ്പൊ ഇന്നെന്ന് പറഞ്ഞാൽ നബിദിനത്തിന്റെ വ്ളോഗാണ്. നബിദിനത്തിന്റെ ചോറ് വെക്കുന്ന വ്ളോഗ്. കോവിഡ് ആയിക്കൊണ്ട് ഇവിടെ എന്തല്ലോ റെസ്ട്രിക്ഷൻ വെച്ചിട്ട് ചെറുങ്ങനെ ഇതുണ്ട്. ഓരോ ആൾക്ക് ഓരോ ടൈമിംഗ് വെച്ചിട്ടാണ് ചോറ് കൊടുക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ എന്തായാലും പ്രസ് ചെയ്യാൻ മറന്നേക്കല്ല. അപ്പോൾ വീഡിയോക്ക് എത്ര ക്വാളിറ്റി ഉണ്ടാവും അറിയില്ല. പരമാവധി നല്ല ക്വാളിറ്റിയിൽ തന്നെ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പൊ വീഡിയോ കാണാം. ഓക്കെ, ഇത് പള്ളിയിൽ ഇങ്ങനെ ലൈറ്റ് വെച്ചാൽ നോർമലി ഇത് കോവിഡ് ആയിക്കൊണ്ട് ഇങ്ങനെ ചെറുങ്ങനെ, അല്ലെങ്കിൽ നല്ല വിപുലമായിട്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ചെറുങ്ങനെ ലൈറ്റ് വെച്ചിട്ടുണ്ട്. കാരണം ലൈറ്റ് ഓൾറെഡി എല്ലാ നബിദിനത്തിനും കൂടി പർച്ചേസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തൂക്കിയിട്ടതാണ് ലൈറ്റ്. ഇത് നെയ്ച്ചോറും ഇറച്ചിക്കറിയും ആക്കാൻ വേണ്ടി നല്ല സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിൽ ചെമ്പലിൽ റെഡിയാക്കി വെച്ചതാണ്. ഇത് മദ്രസയിൽ സദറുസ്താദിൻ്റെ റൂമാണ്. ഇവിടെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചതെന്ന് പറഞ്ഞാൽ ഇവിടെയാണ് എല്ലാ നെയ്ച്ചോറും ഗീ റൈസും സ്റ്റോർ ചെയ്യൽ. ഇതെങ്ങനെ വെക്കലെന്ന് കാണിച്ചു തരാം. മെയിൻ ആളാണ് ആള് കാണുന്നല്ലൊന്നല്ല കേട്ടോ. നാട്ടിലെല്ലാം പണിയെടുക്കാനും എല്ലാത്തിനും എത്തുന്ന ഒരു മനുഷ്യനാണ് കേട്ടോ ആരിസ്. നാമം ചിമ്പു. ഒരായോട്ടെ. ഈ വാഴയില എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത റൂമെന്ന് പറഞ്ഞിട്ടില്ലേ, അവിടെ താഴെ ഇടാൻ വേണ്ടിയാണ്. ഈ വാഴയില നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്യുന്നുണ്ട്. അതെങ്ങനെ ക്ലീൻ ചെയ്യുന്നത് കാണിച്ചു തരാം. പിന്നിൽ പ്രവർത്തിക്കുന്ന മെയിൻ ആളാ. എന്താ പള്ളിന്റെ പുറത്ത് ഫുൾ ഒച്ചപ്പാടും ബഹളവും ആണ്. ചോറിന്റെ കമ്മിറ്റിക്കാർ ഇവരാണ് ഇതിന്റെ പിന്നണി പ്രവർത്തകർ. ഇതിന്റെ പള്ളിച്ചോറ് എന്നിട്ടുണ്ടാവും. ഇതിന്റെ ഓരോ സ്റ്റെപ്പായി പറഞ്ഞില്ല. താഴെ തക്കാളി അല്ലേ, താഴെ തക്കാളി, അതിന്റെ മുകളില് ബീഫ് ഇടും, അതിന്റെ മുകളിൽ മുളക് ഇടും, അതിന്റെ മേലില് സവാള ഇടും. സവാള ഇടുന്ന അത് കഴിഞ്ഞിട്ട് ചെറിയുള്ളി ഇടും അല്ലെ. പിന്നെ ഉപ്പല് ലാസ്റ്റ് ഇടല്, ഉപ്പ് ലാസ്റ്റ് ഇടും. അപ്പൊ പള്ളിത്തെ ചോറ് എന്നിട്ട് ഇതിന്റെയൊക്കെ മൂടിയിട്ട് വെക്കും. ഇതിലൊക്കെ പിന്നെ മിക്സ് ഒന്നും ചെയ്യലില്ല. ഇത് വേവുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് മിക്സ് ആവും. ഇതാണ് പള്ളിത്തെ കറി എന്നൊക്കെയല്ലേ, ഇതാണ്. മല്ലിപ്പൊടിയും മുളകും ഇങ്ങനെ മിക്സ് ചെയ്തിട്ടല്ല, നമ്മളെ വീട്ടിൽ നിന്ന് കറിയാക്കുമ്പോൾ മിക്സ് ചെയ്യണം. ഒന്നിച്ച് തന്നെ മിക്സ് ചെയ്തിട്ട് മല്ലിയും മുളകിന്റെ പൊടിയും വേറെ വേറെ അല്ലേ. ഇനി ഇവിടുന്ന് കറിയൊക്കെ ആകുന്ന ടൈം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലത്ത് താഴെ മാറ്റിട്ട് അതിൻ്റെ മുകളിൽ വാഴയിലിട്ടിട്ട് സെറ്റാക്കും. ആ ടൈമിന് ഇപ്പുറത്തുനിന്ന് നമ്മൾ കുറേ യുവാക്കളുണ്ട് എന്ന് കഥ പറയും. മുമ്പ് നമ്മളാണ് ഇതെല്ലാം കടത്തൽ ചെയ്ത് ചോറെല്ലാം കടത്തൽ. ഇപ്പൊ ചോറ് കടത്തേണ്ട പിള്ളേർ ഇതൊക്കെയാണ്. ഇർഷാദ്, ജസീം, സിനാന്, ബാസിൽ ബായൻ, ജസീം, ഫറാസ്. ഇതാണ് ഇപ്പോലെ പിള്ളേർ. ഇനിയും ഉണ്ടാവും കുറെ ആൾക്കാർ. ഇതിന്റെ രസം എന്താണെന്നറിയാം, ഇതിൽ കത്തിക്കഴിഞ്ഞിട്ട് കുറച്ച് ചോറും കറിയും തെറ്റുണ്ട്. അതിനാണ് കാര്യമായിട്ട് കത്തുന്നത്. അതിനെ കത്തിക്കുന്നു. ഇത് നെയ്ച്ചോറിനില്ല അരി എല്ലാവരും ഇങ്ങനെ കടത്തിക്കൊണ്ടിരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് എല്ലാം ഇങ്ങനെ ഒഴിവാക്കണം, കാരണം ഇങ്ങനെ എടുക്കാൻ കഴിയും. ഇതാ എല്ലാ പിള്ളേരും കർമ്മനിരതരായി ഇതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഒരു ചോറ് തിന്നാൻ കിട്ടലുണ്ട്. അത് കഴിക്കാൻ വരുന്നതാണ് ഷന്നാദ്, ജസീം. നേരത്തെ പറഞ്ഞ പോലെ നെയ്ച്ചോറ് റെഡി ആയിട്ടതാ. ഇതിലേക്ക് ഇങ്ങനെയാണ് തട്ടല്, ഇതോരോ കൊട്ടയായിട്ട്. ചെമ്പിങ്ങനെ ഓരോന്നിലായിട്ട് ഇങ്ങനെ തിളക്കലുണ്ടാ. നേരത്തെ കറി ഇതാ മസാല ആയിട്ട് നല്ല കറിയായിട്ട്. ഇതാണ് പള്ളിത്തെ കറി.
ആരിസ് ആദ്യത്തെ കുപ്പായം വിയർത്തിട്ട് അടുത്ത ഡ്രസ്സ് ഇട്ടിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതാ ഷന്നാദ്, ജസീം, ഇവരാണ് കാരണവർ മാറിയിട്ട്. ഫ്രണ്ട്സിന് ഇങ്ങനെ സോള പറയാം മൊത്തം മുഹൂർത്തൊന്ന്. ഇതാണ് പള്ളിയിലെ കാർഡ്. മാടായി വാടിക്കൽ ജമാഅത്ത് കമ്മിറ്റി റബ്ബിയുൽ അവ്വൽ ആണ്ട് നേർച്ച. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ മഹല് നമ്പർ എന്ന് പറഞ്ഞാൽ വീട്ട് നമ്പർ 132 സമയം കറക്റ്റ് 7:50 പോയിട്ട് കറക്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഇപ്പോൾ 10 ആൾക്കാർ കണക്കാണുള്ളത്. അപ്പോൾ ഈ തൊട്ടി എടുത്തിട്ട് പോകണം. തൊട്ടി എടുത്തിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഞാൻ അവിടെ പോയിട്ട് കളക്ട് ചെയ്യണം. ഇത് ബക്കറ്റിലേക്ക് ഓരോ വീട്ടിലെ എണ്ണ അനുസരിച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഉള്ളിലൊരു 4 ആൾക്കാരുണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. എല്ലാവരും ബക്കറ്റിലേക്ക് ഫില്ല് ചെയ്തിട്ട് അവരെ ടൈം ആകുമ്പോൾ കറക്റ്റ് കൊണ്ടുപോകുന്നിട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇന്നലെ മുതലേ നമ്മൾ കാണുന്നുണ്ട് പള്ളിയിലത്തെ ചോറും പള്ളിയിലത്തെ കറിയും ആക്കുന്നത്. അപ്പോൾ ഇന്ന് പള്ളിയിലത്തെ ചോറ് നേരത്തെ കണ്ടോലെ കിട്ടിയിട്ടുണ്ട്. നല്ല കറിയും ചോറും. ഇവിടെ ചോറും കറിയോ പള്ളിയിലത്തെ ഇത് ഏറ്റവും കൂടുതൽ വികാരം ഉണ്ടാക്കുന്നതാണ് ഗൾഫാക്കുക. ഇൻഷാല്ലാ ഞാനിന്ന് ഗൾഫിലേക്ക് വെക്കായി. കുറേ ആൾക്കാർക്ക് കൊണ്ടുതരാൻ പറഞ്ഞിട്ടുണ്ട്. പരമാവധി കൊണ്ടുവരാം. ഏറ്റവും കൂടുതൽ മിസ്സായ പ്രവാസികൾക്ക് തന്നെ എന്താണെന്നറിയില്ല. അവിടെ ഉണ്ടാകുമ്പോൾ അമ്മയിലും ഉണ്ടാകുമ്പോൾ പള്ളിയിൽ ചോറും കറിയാണ് ഇത് നല്ല എത്ര ആക്ക് ഇത് ഉണ്ടെന്ന് അറിയില്ല. എന്തായാലും ഇന്നത്തെ വീഡിയോ എത്ര ക്വാളിറ്റി ഉണ്ടോന്നും അറിയില്ല. ഇൻഷാല്ലാ ഞാൻ ഇന്ന് ഗൾഫിലേക്ക് വെക്കായി. എല്ലാവരും ദ്വാരക്കുക കാണാം. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും. നെക്സ്റ്റ് വീഡിയോ വരെ ബൈ ബൈ.